ഹായ് ഗായ്സ്, USA മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ ചെയ്തു, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ ഓടിക്കതച്ച് അവിടെ ചെന്നിട്ട് വേർഡ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓഫീസർ സെഡ് യുവർ വിസ ഈസ് അപ്രൂവ്ഡ്, അല്ലെങ്കിൽ ഐ ആം സോറി നോട്ട് ദിസ് ടൈം എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. അപ്പം വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ ഒരു ഊരാക്കുടുക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. The interview is over, but the wait begins. ഇത് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ആങ്സൈറ്റി, ഒരു കൺഫ്യൂഷൻ എല്ലാം ഈ ഫേസിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഇത് എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പാസ്പോർട്ട് തിരിച്ചു തന്നു, അല്ലെങ്കിൽ പാസ്പോർട്ട് അവർ മേടിച്ചു. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. യുവർ വിസ ഈസ് അപ്രൂവ്ഡ് എന്ന് വെച്ചാൽ ഡോണ്ട് പാക്ക് യുവർ ബാഗ്സ് യെറ്റ്. വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അവിടെ ബാക്കിയുള്ള പേപ്പർ വർക്കിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു റൗണ്ട് ഓഫ് ചെക്സ് കൂടി ഉണ്ടാവും കോൺസുലർ ലെവലിൽ. ആ ചെക്സ് കഴിഞ്ഞിട്ട് 3 to 7 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ CAC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അപ്രൂവ്ഡ് എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് ഇഷ്യൂഡ് ആകും. എന്നുള്ള ഇഷ്യൂഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, യുവർ വിസ ഈസ് ഇഷ്യൂഡ്. അപ്പോൾ 3 to 7 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് വീട്ടിൽ കിട്ടും. അത് നിങ്ങളുടെ കളക്ഷൻ മെത്തേഡ് പോലെ പ്രീമിയം ഡെലിവറി ആണെങ്കിലും ഓൺ സൈറ്റ് പിക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രീമിയം ലൊക്കേഷൻ, അങ്ങനെ പലതും നമുക്ക് ഇന്ത്യയിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് വെച്ചാൽ ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ടൈം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. വിസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ, പാസ്പോർട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യുവർ വിസ ടൈപ്പ് B1 B2 ആണോ ശ്രദ്ധിക്കണം. യുവർ നെയിം, സ്പെല്ലിംഗ്, എക്സ്പിറേഷൻ ഡേറ്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ബിഫോർ യു ഫ്ലൈ, നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അത് US പോർട്ട് ഓഫ് നിങ്ങൾ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ US പോർട്ട് ഓഫ് എൻട്രിയിൽ നിങ്ങളുടെ കസ്റ്റംസ് ഒഫീഷ്യൽ, ഇപ്പോൾ അതെല്ലാം ഓൺലൈൻ 994 റെക്കോർഡ് എന്ന് പറയും. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇമിഗ്രേഷൻ പാസ്സായി കഴിഞ്ഞ് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു I-94 റെക്കോർഡ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അടുത്തത് നിങ്ങളുടെ വിസ റെഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പാസ്പോർട്ട് then and there they will give it to you. പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ പാസ്പോർട്ട് തിരിച്ചു തന്നാൽ നിങ്ങളുടെ വിസ നിങ്ങൾ ഫെയിൽഡ് ആയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ട് മേടിക്കും, പക്ഷേ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന അതിൽ നിന്നും ഇഷ്യൂഡിലേക്ക് മാറില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ് എന്നുള്ളൊരു ഫേസ് ഉണ്ട് CAC വെബ്സൈറ്റിൽ. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആവാൻ പറ്റും. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് കോൺസുലേറ്റിൽ നിന്ന് ഇമെയിൽ വരും, എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ചോദിക്കാൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുക. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ് ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും റീഅപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ അപ്രൂവ്ഡായി അത് കഴിഞ്ഞ് ഇഷ്യൂഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിങ് പിന്നെ ഇഷ്യൂഡ് ആകുന്നവരെ ഒരിക്കലും റീഅപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ വിസ റെഫ്യൂസ്ഡായി പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്പം ദർ ഈസ് നോ സ്ട്രിക്റ്റ് വെയിറ്റിംഗ് പീരീഡ് ടു റീഅപ്ലൈ. അപ്പം നിങ്ങൾക്ക് ഇന്ന് വിസ റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാം. അവിടെ ഒരു കൃത്യസമയമുണ്ട്. പക്ഷേ നോർമലി ദ റെക്കമെൻഡഡ് ടൈം ഇൻ്റർവൽ ഈസ് ലൈക്ക് ബിറ്റ്വീൻ 3 to 6 months. മിനിമം ഒരു 3 months എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ യുവർ purpose is genuine and it's an emergency like a hospital issue അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ എന്താ പറയുക സ്കൂൾ സ്റ്റാർട്ട് ഡേറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് കോൺഫറൻസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റീഅപ്ലൈ ചെയ്യാം ആസ് ലോങ് ആസ് യു പർപ്പസ് ഇസ് ജെന്യുവൻ. നോർമലി റെഫ്യൂസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 214B എന്നും പറഞ്ഞൊരു കോമൺ സ്ലിപ്പാണ് തരുന്നത്. അത് വേറെ ഒന്നുമല്ല, എല്ലാവർക്കും കൊടുക്കുന്നൊരു ഡോക്യുമെൻ്റാണ്. ഇൻ റെയർ കേസസിൽ അവർ വേറെ 221G എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് തരും. അത് 221G എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആണെങ്കിൽ മാത്രമാണ് 221G തരുന്നത്.
അപ്പം 221G തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓവറല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂവിലാണ്. 214B എന്ന് പറഞ്ഞാൽ ഇത് ഫൈനലാണ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് റിജക്ഷൻ. Approved or refused doesn't matter as long as you prepare and perform well next time. 3 പ്രാവശ്യം റിജക്റ്റ് ആയിട്ട് 4ാമത്തെ പ്രാവശ്യം അപ്രൂവ് ആയ ആൾക്കാരുണ്ട്, 2 പ്രാവശ്യം റിജക്റ്റ് ആയിട്ട് 3ാമത്തെ പ്രാവശ്യം അപ്രൂവ് ആയവരുണ്ട്. ഇത് പ്രത്യേകിച്ച് US ആൻഡ് ഓസ്ട്രേലിയ വിസ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ജേർണി, അതൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ പർപ്പസ് എല്ലാം ഷുഡ് ബി ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം റിജക്റ്റ് ആയെന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് അടുത്ത വട്ടം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുള്ളൊരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. കാരണം വിസ ഇൻ്റർവ്യൂവിന് പോയ ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗെയിൻ ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു റിയലി thank you everyone for the amazing support, and I'll be back with another video. Stay tuned. Love you all. Bye bye.